ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെത്താൻ ശ്രേഷ്ഠൻ എന്നെണ്ണിക്കൊള്ളുവിൻ. മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുവാനായിട്ട് പൗലോസ്ലീഹ ആഹ്വാനം ചെയ്യുകയാണ്. ഫിലിപ്പിയ സഭയിൽ ഒരുപക്ഷെങ്കിൽ പരസ്പരം തർക്കവും കലഹമൊക്കെ ഉണ്ടായി കാണും. ഞാനാണ് കേമൻ, അവന് എന്നെക്കാട്ടി താണവനാണ്, ഞാനാണ് ശ്രേഷ്ഠൻ, അവൻ എന്നെക്കാട്ടി കുറഞ്ഞ ജോലിയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള ഒരു കലഹമൊക്കെ ഉണ്ടായപ്പോൾ ഈ പൗലോസ്ലീഹ പറയുന്ന ആ ഒരു ഉപദേശമാണ് മറ്റുള്ളവർ ശ്രേഷ്ഠരായിരുന്നു. നമ്മളൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്, പരസ്പരം സഹോദരങ്ങളാണ്. ഒരുപക്ഷെ സാഹചര്യം നമ്മെ വലിയ ഒരുപക്ഷെ പണക്കാരനും പാവപ്പെട്ടവനുമായിട്ട് നമ്മളെ ആവാൻ അനുവദിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചെറിയ ജോലി, വലിയ ജോലി, അങ്ങനെയൊക്കെയുള്ള ഉയർന്ന ശമ്പളം, താഴ്ന്ന ശമ്പളം, ഗ്രേഡ് കുറഞ്ഞവൻ, ഗ്രേഡ് കൂടിയവൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വകഭേദത്തിൽ നമ്മളെ ആ സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടാകാം. എന്നാലും നമ്മളെല്ലാവരും ഒരേ അപ്പത്തിൻ്റെ അംശികളാണെന്നുള്ള ബോധം നമ്മെ ഭരിക്കണം. കാരണം ഏതെങ്കിലും ഓർഗനൈസേഷനിൽ എല്ലാവരോടും ചേരുമ്പോഴാണ് ആ സ്ഥാപനത്തിൻ്റെ, ആ ഓർഗനൈസേഷൻ്റെ ഒക്കെ വിജയം വരുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ഈ 5-6 കൊല്ലം മുമ്പ്, കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു ഹിന്ദി ചലച്ചിത്രമാണ് മുന്നാഭായ് MBBS. അതിനകത്ത് സഞ്ജീദത്താണ് നായകൻ. അപ്പോൾ അതിലെ ഇതിവൃത്തമെന്ന് പറയുന്നത് ഈ മെഡിക്കൽ വിദ്യാർത്ഥിയായ മുന്നാഭായ്, അദ്ദേഹം അവിടെ ചെന്ന് അതിൻ്റെ സാഹചര്യമൊക്കെ മനസ്സിലാക്കുമ്പോൾ സ്നേഹം, എല്ലാവരും അവരോടെ പഠിച്ച് വലിയ കേമനാവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, ഡോക്ടറാവാൻ ആഗ്രഹിക്കുമ്പോൾ സ്നേഹമൊന്നും പരസ്പരം പങ്കിടുന്നില്ല അനുഭവമ്പോൾ ആ സ്നേഹമെന്ന ദിവ്യ ഔഷധം കൊണ്ട് മറ്റുള്ളവരെയൊക്കെ സൗഖ്യമാക്കുന്നതാണ് ഇതിവൃത്തം. അതായത് കോമോ സ്റ്റേജിൽ വർഷങ്ങളായി വീൽ ചെയറിൽ മാത്രം ഇരിക്കുന്ന ഒരുത്തിനെ പോലും ഇയാൾ സ്നേഹിച്ച് ഏറ്റവും ഒടുവിൽ അദ്ദേഹം ചിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ പല വിധമായ രോഗങ്ങളാലൊക്കെ വലയുന്നവരെ ഇയാൾ സ്നേഹിച്ച് അയാൾ ജീവിതത്തിൽ സന്തോഷം വരുത്തുകയും അവർക്ക് സുഖം വരുത്തുകയും ചെയ്യുന്നതാണ് അതിൻ്റെ ഇതിവൃത്തം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അതിലെ ഒരു രംഗമെന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു രംഗമാണ്. അതായത് ഒരു ശുചീകരണ തൊഴിലാളി, ആ ഹോസ്പിറ്റലിലെ ശുചീകരണ തൊഴിലാളി, മെഡിക്കൽ കോളേജിലെ ശുചീകരണ തൊഴിലാളി, അദ്ദേഹം തറയൊക്കെ തൂത്ത് അത് കഴിഞ്ഞൊരു നനഞ്ഞ മോപ്പിട്ട് ഈ തറ തുടയ്ക്കുകയാണ്. ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പം ഒരാൾ കയറി വരും, ആരെങ്കിലും കയറി വന്ന് ആ തറ പിന്നെയും വൃത്തികേടാവും. ആ കാൽപാദത്തിലെ ചള്ളയൊക്കെ അവിടെ വന്ന് ചെളിയൊക്കെ വന്നിട്ട് പിന്നെയും അഴുക്കാവും. പിന്നെയും ഇദ്ദേഹം തുടയ്ക്കും. അങ്ങനെ തുടച്ച് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, സഹിക്കുകയല്ല. പക്ഷേ ആരോട് പറയാനാ? ആദ്യം വരുന്ന ആളായിരിക്കത്തില്ല പിന്നീട് വരുന്നത്. എത്ര പേരോട് പറയും ഇദ്ദേഹം? ഓരോരുത്തരും പറയാൻ പറ്റത്തില്ല. ഇയാൾ കുനിഞ്ഞ് വേർത്തൊലിച്ച് ഭയങ്കരമായി ക്ഷീണിച്ചിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ മുന്നാഭായും അറിയാതെ അതിലേക്ക് കയറി വന്ന് ഈ നനഞ്ഞ നിലത്തോട് വരികയാണ്. അപ്പോൾ അദ്ദേഹം ഒന്നുകൂടെ പറയുവാൻ, ആരോട് പറയാനെന്ന് പറഞ്ഞ് സ്വന്തം പരിചയമാണ്. കഴിഞ്ഞ് 30 കൊല്ലമായിട്ട് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുക, എത്രമാത്രം സഹിക്കും, ആരോട് പറയാനെന്നെല്ലാം പറഞ്ഞ് പരുവം പറഞ്ഞ് ഇങ്ങനെ സ്വയം വിലപിക്കുമ്പോൾ ഈ മുന്നാഭായി ഒരു നിമിഷം അവിടെ നിൽക്കുകയാണ്. നിന്നിട്ട് അദ്ദേഹത്തിനോട് പറയുവാണ് കാക്ക എന്ന് പറയുമ്പം നോക്കും, കാക്കയുടെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ട് പറയണം, എന്തിനാ കംപ്ലയിൻറ്റ് ചെയ്യുവാനാണോ? എൻ്റെ പേര് മസൂദാണ്, കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുക, പോയി കംപ്ലയിൻറ്റ് ചെയ്യുന്നെല്ലാം പറയുമ്പം ഈ മുന്നാഭായി ശാന്തമായിട്ട് അവിടെ നിന്നുകൊണ്ട്, അല്ല നിനക്ക് താങ്ക് യു പറയാനെന്ന് പറയുക, നിനക്ക് നന്ദി പറയുവാനെന്ന് പറയുക. അപ്പോൾ അയാൾ ഒരു നിമിഷം ഒന്ന് ഞെട്ടി നോക്കി, താങ്ക് യു പറയാൻ എന്തിന് എന്ന് പറയുക, ഈ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരും സുഖമായിട്ട് പോകുമ്പം നിൻ്റെ കൂടെ ഭാഗവാക്കാലുണ്ട്. ഒരാൾ സുഖമായിട്ട് പോകുമ്പോൾ ചികിത്സയൊക്കെ കിട്ടി അയാൾ സുഖമായിട്ടൊരു മനുഷ്യന് പോകുമ്പം ആ സുഖമായി പോകുന്ന മനുഷ്യനെ ആ സുഖമാക്കുന്നതിലുള്ള നിൻ്റെ കൂടെ ഒരു പങ്ക് അതിലുണ്ട് എന്ന് പറയുകയാണ്. ഇദ്ദേഹം ഒന്നും മനസ്സിലാവാതെ ഇരിക്കുമ്പം ഈ കുന്നബായി ആ വിയർത്തൊലിച്ച് മുഷിഞ്ഞ വേഷത്തിലുള്ള ശുചീകരണ തൊഴിലാളിയെ കെട്ടിപ്പിടിക്കുകയാണ്. ആലിംഗനം ചെയ്ത് തോളെ തട്ടിക്കൊണ്ട് പറയുകയാണ്, മുന്നബായി നീയാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത്, കാരണം നിന്നെ ആരും നോക്കുന്നില്ല. നീ ഇതൊക്കെ ചെയ്തു നോക്കുമ്പോൾ നീ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, അപ്പോഴും ആൾക്കാർ അതിൻ്റെ മുമ്പിൽ കൂടെ ആ ചെളി വരേണ്ട കാലം കൊണ്ട് പോകുന്നു. നിന്നെ ആരും പറയുകയോ ഒരു സോറി പറയുകയോ ചെയ്യുന്നില്ല. ഞാൻ നിന്നോട് സോറി പറയുന്നതെല്ലാം പറഞ്ഞിങ്ങനെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ കണ്ണുനീര് വരികയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആരും അതേവരെ ഇതുപോലെ ഒന്ന് ആശ്വസിപ്പിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ചെയ്തിട്ടില്ല. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കഴിയുമ്പം ഇയാൾ സന്തോഷത്താൽ നിറയുകയാണ്, ആനന്ദ കണ്ണുനീര് വരികയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചെറിയൊരു വാക്ക്, ഒരു നല്ല വാക്ക് മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുമ്പോൾ, അവരെ ഒന്ന്
പ്രോത്സാഹിപ്പിക്കുമ്പോൾ, അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ, ചെറിയൊരു വാക്ക്, ഒരു പുഞ്ചിരി ഒക്കെ മറ്റുള്ള ജീവിതത്തെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നവരാണ്. ഈ മസൂദ് എന്ന ആ ശുചീകരണ തൊഴിലാളി, അദ്ദേഹത്തിൻ്റെ ജോലി വ്യാപനം അദ്ദേഹത്തെ ആരും ചോദിക്കാറില്ല, കാരണം ആരും ശ്രദ്ധിക്കാറുമില്ല. ഒരുപക്ഷെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആ ഹോസ്പിറ്റലിൻ്റെ വിജയത്തിന് അദ്ദേഹത്തിൻ്റെ കൂടെ ഭാഗമാക്കുകയാണ്. കാരണം അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ജോലി ഒരുപക്ഷെങ്കിൽ അത് നല്ലപോലെ ചെയ്തില്ലെങ്കിൽ ആ ഫ്ലോറിൽ വെള്ളം കിടക്കുക, അത് തുടയ്ക്കാതിരുന്നാൽ അറിയാതെ ഇതുപോലെ എന്നെപ്പോലെ ആൾക്കാർ വരുമ്പോൾ തെന്നി വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ആ സ്ഥാപനത്തിൻ്റെ വിജയത്തിന് എല്ലാ തൊഴിലാളികളും, ഉന്നതൻ മുതൽ താഴെ വരെയുള്ള എല്ലാവരും, ഈ ശുചീകരണ തൊഴിലാളി വരെയുള്ള ആൾക്കാർ അതിൻ്റെ ഭാഗമാക്കുകയാണ്, അതിൻ്റെ വിജയത്തിനുള്ള അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് എല്ലാവരെയും, ഒരു ഹോസ്പിറ്റലായാലും ഓഫീസിലായാലും പ്യൂൺ മുതൽ ഉയർന്ന തസ്തി വരെയുള്ള എല്ലാവരും ഒരുപോലെ അവരോട് ഏൽപ്പിച്ച് ജോലി ചെയ്യുന്നവരാണ്. അങ്ങനെ ജോലി ചെയ്യുമ്പോഴാണ് അതിൻ്റെ വിജയമാകുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർ ശ്രേഷ്ഠരായി എണ്ണുവാൻ കഴിയണം. ഇതുപോലെ നമ്മുടെ സഭയിലായാലും ഇടവകയിലായാലും യാക്കോബ് പറയുന്നുണ്ട്, മുഷിഞ്ഞ വേഷം ധരിച്ച ഒരാൾ വരികയും വലിയ നല്ല ഡ്രസ്സ് ധരിച്ച ഒരാൾ വരികയും ചെയ്യുമ്പോൾ നമ്മൾ ആ നല്ല പണക്കാരൻ്റെ പുറകെ പോവും എന്നെല്ലാം യാക്കോബ് പോലും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒരുപോലെ വേണം, മറ്റുള്ളവർ ശ്രേഷ്ഠരായി എണ്ണുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആകുമ്പോഴാണ് ദൈവത്തിന് പ്രീതികരമായ നല്ല ദാസനായി നമ്മൾ മാറുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ ശ്രേഷ്ഠനായി എണ്ണുവാൻ കഴിയട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.